വെൽക്കം ടു അരുണിമാസ് PSC ടോക്സ്. അപ്പോൾ നമ്മുടെ PSC കൂട്ടുകാർക്ക് എന്താണ് പുതിയ വിശേഷം? 10th ലെവൽ പ്രിലിംസ് എക്സാമിന്റെ കൺഫർമേഷൻ തീയതി വന്നു അല്ലേ? നവംബർ 23 മുതൽ ഡിസംബർ 12 വരെ കൺഫർമേഷൻ ആക്റ്റീവ് ആണ്. LD ക്ലർക്ക് ടൈപ്പിസ്റ്റ്, ഓഫീസ് അറ്റൻഡർ, അങ്ങനെ കുറച്ച് തസ്തികകളുടെ ഒക്കെ കൺഫർമേഷൻ നവംബർ 23 മുതൽ ഡിസംബർ 12 വരെ ആക്റ്റീവ് ആയിരിക്കും. പിന്നെ ഡിസംബർ 4 മുതൽ ഡിസംബർ 23 വരെ 150 പറയുന്ന ഒരു തസ്തിക സ്റ്റേറ്റ് വൈഡ് ആണ്. അപ്പോൾ 1 മുതൽ 149 വരെയുള്ള കുറച്ച് തസ്തികകളുടെ ഒക്കെ കൺഫർമേഷൻ എപ്പോഴൊക്കെയാണ്? നവംബർ 23 മുതൽ ഡിസംബർ 12 വരെ. അപ്പോൾ ഡിസംബർ 12 വരെ ഒന്നും ആരെ വെയിറ്റ് ചെയ്തിരിക്കരുത്. കഴിവതും നേരത്തെ നവംബർ 23 ശേഷം നേരത്തെ തന്നെ കൺഫർമേഷൻ കൊടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് എന്താണ് പഠിക്കുന്നത്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും പാർട്ട് 1 നമ്മൾ പഠിച്ചത് ABC തുടങ്ങിയ ജീവകങ്ങളാണ്. ഇന്ന് നമ്മൾ ബാക്കി DEK ഇത്രയും ജീവകങ്ങൾ നമ്മൾ ഇന്ന് പഠിക്കും. ഓക്കെ, അപ്പോൾ എന്റെ ക്ലാസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ എന്റെ ക്ലാസ്സിനെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും. വൈറ്റമിൻ ABC നമ്മൾ പാർട്ട് 1 ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ പാർട്ട് 1 പോയി കാണുക. തൊട്ട് മുന്നത്തെ ക്ലാസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പൊ നമുക്ക് പഠിക്കാം വൈറ്റമിൻ D. എന്താണ് വൈറ്റമിൻ ഡിയുടെ ശാസ്ത്രീയ നാമം? കാൽസിഫെറോൾ ആണ്. സൺഷൈൻ വൈറ്റമിൻ, സ്റ്റീറോയിഡ് വൈറ്റമിൻ, ആന്റി ഇറിഗേറ്റിക് വൈറ്റമിൻ എന്നീ 3 പേരുകളിൽ അറിയപ്പെടുന്ന വൈറ്റമിൻ ഏതാണെന്ന് ചോദിച്ചാൽ വൈറ്റമിൻ D ആണ്. ഏതൊക്കെയാണ്? സൺഷൈൻ വൈറ്റമിൻ, സ്റ്റീറോയിഡ് വൈറ്റമിൻ, ആന്റി ഇറിഗേറ്റിക് വൈറ്റമിൻ എന്നീ 3 പേരുകളിൽ അറിയപ്പെടുന്നത് വൈറ്റമിൻ D ആണ്. അടുത്തത്, ശരീരത്തിൽ കാൽസ്യത്തിന്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുകയും എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് സഹായിക്കുകയും ചെയ്യുന്ന ജീവകം D ആണ്. ശരീരത്തിൽ കാൽസ്യത്തിന്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന വൈറ്റമിൻ ഏതാണെന്ന് ചോദിച്ചാൽ വൈറ്റമിൻ D ആണ്. പിന്നെന്താണ്? എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് സഹായിക്കുന്ന വൈറ്റമിൻ D ആണ്. അടുത്തത്, സൂര്യപ്രകാശത്തിലെ അൾട്രാ വയലറ്റ് രശ്മികളുടെ സഹായത്തോടെ ത്വക്കിൽ നിർമ്മിക്കപ്പെടുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ D. അപ്പോൾ അൾട്രാ വയലറ്റ് രശ്മികളുടെ സഹായത്തോടു കൂടി ത്വക്കിൽ സ്കിന്നിൽ നിർമ്മിക്കുന്നതാണ് വൈറ്റമിൻ D. അടുത്തത്, സസ്യ ഉറവിടങ്ങളിൽ ലഭ്യമല്ലാത്ത ജീവകം. സസ്യങ്ങളിൽ നിന്ന് നമുക്ക് വൈറ്റമിൻ D കിട്ടുന്നില്ല. മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ പച്ചക്കറികളിൽ ഇല്ലാത്ത ജീവകം വൈറ്റമിൻ D ആണ്. പച്ചക്കറികളിൽ ഇല്ലാത്തത് സസ്യ ഉറവിടങ്ങളിൽ ലഭ്യമല്ലാത്ത ജീവകം വൈറ്റമിൻ D ആണ്. അടുത്തത്, വൈറ്റമിൻ D രണ്ടായിട്ട് നമുക്ക് നോക്കാം. D3യും D2വും ഉണ്ട്. വൈറ്റമിൻ D3യും D2വും നമ്മൾ ടാബ്ലറ്റ്സ് ഒക്കെ കേട്ടിട്ടുണ്ടല്ലേ, D3 ടാബ്ലറ്റ്സ്. ഓക്കെ, അപ്പൊ D3യുടെ ശാസ്ത്രീയ നാമം കോകാൽസിഫെറോൾ ആണ്. D3 കോകാൽസിഫെറോൾ. D2 എർഗോസ്റ്റിറോൾ ആണ്. D2 എർഗോസ്റ്റിറോൾ. D3 ആണ് കോകാൽസിഫെറോൾ, D2 എർഗോസ്റ്റിറോൾ ആണ്. മാറിപ്പോകാതിരിക്കാൻ ഞാനൊരു വഴി പറഞ്ഞുതരാം. D2 അല്ലേ, ഇങ്ങനെയല്ലേ 2 എഴുതുന്നത്. ഇനി അവിടെ നമുക്ക് A എഴുതിക്കൂടെ? എർഗോസ്റ്റിറോൾ. അങ്ങനെ ലിങ്ക് ചെയ്യാമല്ലോ. 2 നമ്മൾ എഴുതുന്നു, 2 കൂടി തന്നെ നമ്മൾ ഇങ്ങനെ A എഴുതുന്നു. അപ്പൊ എർഗോസ്റ്റിറോൾ. D2 ആണ് എർഗോസ്റ്റിറോൾ. ഇനി മാറിപ്പോകത്തില്ലല്ലോ. D3 കോകാൽസിഫെറോൾ, D2 എർഗോസ്റ്റിറോൾ. ഇനി ഡെഫിഷ്യൻസി ഡിസീസസ് ഏതൊക്കെയാണെന്ന് നോക്കാം. കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് കുട്ടികളിൽ വരുന്ന രോഗമാണ്. അതുകൊണ്ടാണ് നമ്മൾ ആന്റി റിക്കറ്റിക് വൈറ്റമിൻ എന്ന് പറയുന്നത്. അപ്പോൾ വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത രോഗം കണ അല്ലെങ്കിൽ റിക്കറ്റ്സ്. അടുത്തത്, ഓസ്റ്റിയോമലേഷ്യ. മുതിർന്നവരിൽ ഓസ്റ്റിയോമലേഷ്യ. കുട്ടികളിൽ കണ അല്ലെങ്കിൽ റിക്കറ്റ്സ്, മുതിർന്നവരിൽ ഓസ്റ്റിയോമലേഷ്യ. ഇത്രയും കാര്യങ്ങളാണ് വൈറ്റമിൻ ഡിയെ കുറിച്ച് പഠിക്കാനുള്ളത്. ഒന്നുകൂടി നോക്കാം. സൺഷൈൻ വിറ്റമിൻ, സ്റ്റീറോയിഡ് വൈറ്റമിൻ, ആന്റി റിക്കറ്റിക് വൈറ്റമിൻ. പിന്നെന്താണ്? ശരീരത്തിൽ കാൽസ്യത്തിന്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുകയും എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് സഹായിക്കുകയും ചെയ്യുന്ന വൈറ്റമിൻ D ആണ്. പിന്നെ സൂര്യപ്രകാശത്തിലെ അൾട്രാ വയലറ്റ് രശ്മികളുടെ സഹായത്തോടെ സ്കിന്നിൽ നിർമ്മിക്കപ്പെടുന്ന വൈറ്റമിൻ D ആണ്. പിന്നെ എന്താണ് പറഞ്ഞത്? സസ്യ ഉറവിടങ്ങളിൽ ലഭ്യമല്ലാത്ത വൈറ്റമിൻ. മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ പച്ചക്കറികളിൽ ലഭ്യമല്ലാത്ത വൈറ്റമിൻ. ഓക്കെ, പിന്നെ ഡിയുടെ 2 രൂപങ്ങൾ, D3 D2. D3 വന്നിട്ട് കോകാൽസിഫെറോൾ ആണ്, D2 എർഗോസ്റ്റിറോൾ. മാറിപ്പോകത്തില്ലല്ലോ, ലിങ്ക് ചെയ്ത് എങ്ങനെയാ ഞാൻ പറഞ്ഞു. അടുത്തത്, ഡെഫിഷ്യൻസി ഡിസീസസ് കുട്ടികളിൽ കണ അല്ലെങ്കിൽ റിക്കറ്റ്സ്, മുതിർന്നവരിൽ ഓസ്റ്റിയോമലേഷ്യ. അടുത്തത്, വൈറ്റമിൻ E ടോക്കോഫെറോൾ. അപ്പോൾ കാൽസിഫെറോൾ ആരായിരുന്നു? വൈറ്റമിൻ D ആയിരുന്നു. നമ്മുടെ ശരീരത്തിൽ കാൽസ്യത്തിന്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന കാൽസിഫെറോൾ ആണ് വൈറ്റമിൻ D. ഇവിടെ വൈറ്റമിൻ E ശാസ്ത്രീയ നാമം ടോക്കോഫെറോൾ. അപ്പോൾ അത് രണ്ടും മാറിപ്പോകാതിരിക്കാനാണ് ഞാനിപ്പോ ഒന്നുകൂടി പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ബ്യൂട്ടി വൈറ്റമിൻ, ആന്റി സ്റ്റെറിലിറ്റിക് വൈറ്റമിൻ, ഹോർമോൺ വൈറ്റമിൻ
നിരോക്സീകാരിയായ വൈറ്റമിൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ജീവകം ഏതാണ്? ജീവകം ഇ ആണ്. ഏതൊക്കെയാണ്? ബ്യൂട്ടി വൈറ്റമിൻ, ആന്റി സ്റ്റെറിലിറ്റിക് വൈറ്റമിൻ, ഹോർമോൺ വൈറ്റമിൻ, പിന്നെ എന്താണ്? നിരോക്സീകാരിയായ വൈറ്റമിൻ. ഇത്രയും പേരുകളിൽ അറിയപ്പെടുന്ന വൈറ്റമിൻ ഏതാണ്? ജീവകം ഇ ആണ്. ഓക്കെ, ഇനി പ്രത്യുൽപാദന ശേഷിക്ക് ആവശ്യമായ വൈറ്റമിൻ വൈറ്റമിൻ ഇ ആണ്. പ്രത്യുൽപാദന ശേഷിക്ക് ആവശ്യമായ വൈറ്റമിൻ വൈറ്റമിൻ ഇ ആണ്. ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് ആവശ്യമായ വൈറ്റമിൻ വൈറ്റമിൻ ഇ ആണ്. ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് ആവശ്യമായ വൈറ്റമിൻ വൈറ്റമിൻ ഇ ആണ്. ഇനി വൈറ്റമിൻ ഇയുടെ ഉറവിടങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മുട്ടയുടെ മഞ്ഞയിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ. ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. മുട്ടയുടെ മഞ്ഞയിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ വൈറ്റമിൻ ഇ ആണ്. പിന്നെ മുരിങ്ങയ്ക്ക, സസ്യ എണ്ണ, ഇതൊക്കെ വൈറ്റമിൻ ഇയുടെ സ്രോതസ്സുകളാണ്. വൈറ്റമിൻ ഇയുടെ ഉറവിടങ്ങൾ ഏതൊക്കെയാണ്? മുട്ടയുടെ മഞ്ഞ, പിന്നെ ഏതാണ്? മുരിങ്ങക്ക, സസ്യ എണ്ണ, ഇതെല്ലാം വൈറ്റമിൻ ഇയുടെ ഉറവിടങ്ങളാണ്. ഇനി അപര്യാപ്തത രോഗം, വന്ധ്യത അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി. അത് ശരിക്കും രോഗം എന്ന് പറയാൻ പറ്റില്ല, ഒരു അവസ്ഥ അല്ലെ? ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ വന്ധ്യത. പ്രത്യുൽപാദന ശേഷിക്ക് ആവശ്യമായ വൈറ്റമിൻ വൈറ്റമിൻ ഇ ആണ്. അപ്പോൾ അതിന്റെ അഭാവം കാരണം ഉണ്ടാകുന്നത് വന്ധ്യതയാണ് അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി. ഓക്കെ, ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ ഇ ആണ്. ഹോർമോൺ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ, അതും വൈറ്റമിൻ ഇ ആണ്. പിന്നെ എന്താണ് പറയുന്നത്? ആന്റി സ്റ്റെറിലിറ്റിക് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ ഇ ആണ്. അടുത്തത് നിരോക്സീകാരിയായ വൈറ്റമിൻ വൈറ്റമിൻ ഇ ആണ്. പിന്നെ എന്താണ് പറയുന്നത്? ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് ആവശ്യമായ വൈറ്റമിൻ. പിന്നെ ഉറവിടങ്ങൾ ഏതൊക്കെയാണ്? മുട്ടയുടെ മഞ്ഞ, മുരിങ്ങക്ക, സസ്യ എണ്ണ. പിന്നെ എന്താണ്? ഡെഫിഷ്യൻസി ഡിസീസ്, വന്ധ്യത അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി. അടുത്തത് ജീവകം കെ, ഫിലോക്വിനോൺ. ജീവകം കെ അറിയപ്പെടുന്നത് കോയാഗുലേഷൻ വൈറ്റമിൻ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ കെ. അതുകൊണ്ട് തന്നെ അറിയപ്പെടുന്നത് കോയാഗുലേഷൻ വൈറ്റമിൻ. രക്തം കട്ടപിടിക്കുന്ന ആ ഒരു പ്രോസസ് ആണല്ലോ കോയാഗുലേഷൻ. അപ്പോൾ കോയാഗുലേഷൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ കെ ആണ്. ഇനി കരളിന്റെ പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുന്ന വൈറ്റമിൻ വൈറ്റമിൻ കെ ആണ്. കരളിന്റെ പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുന്ന വൈറ്റമിൻ ഏതെന്ന് ചോദിച്ചാൽ വൈറ്റമിൻ കെ ആണ്. അടുത്തത് തണുപ്പിക്കുമ്പോൾ നഷ്ടമാകുന്ന ജീവകം വൈറ്റമിൻ കെ ആണ്. ചൂടാക്കുമ്പോൾ നഷ്ടമാകുന്ന ജീവകം ജീവകം സി ആണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. തണുപ്പിക്കുമ്പോൾ നഷ്ടമാകുന്ന ജീവകം. അപ്പോൾ ഈ ജീവകം എന്ന ഒരു ടോപ്പിക്കിനകത്ത് സിമിലർ ആയിട്ടുള്ള കുറച്ച് ഫാക്ട്സ് ഉണ്ട്. ചിലതൊക്കെ കൺഫ്യൂസിംഗ് ആണ്. അപ്പൊ അതിനെ കൂടെ ഒരുമിച്ച് നമ്മൾ അറേഞ്ച് ചെയ്ത് ഇപ്പൊ പഠിക്കുന്നതാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ പറയുന്നത് എന്താണ്? തണുപ്പിക്കുമ്പോൾ നഷ്ടമാകുന്ന ജീവകം ജീവകം കെ ആണ്. ഇനി അപര്യാപ്തത രോഗം, രക്തസ്രാവം, പിന്നെ ഹീമോഫീലിയ. രക്തസ്രാവം ഹെമറേജ് ആണ്. ഹീമോഫീലിയയുടെ മറ്റു പേരുകളാണ് ക്രിസ്മസ് ഡിസീസ്, റോയൽ ഡിസീസ്, ബ്ലീഡേഴ്സ് ഡിസീസ്. ഇങ്ങനെയുള്ള പേരുകളിൽ അറിയപ്പെടുന്നത് ഹീമോഫീലിയ ആണ്. ഹീമോഫീലിയ വരുന്നത് വൈറ്റമിൻ കെയുടെ അഭാവത്തിലാണ്. ഓക്കെ, ഹീമോഫീലിയ ദിനം ഏപ്രിൽ 17 ആണ്. ഹീമോഫീലിയ ദിനം എന്നാണ് ഏപ്രിൽ 17. അപ്പോൾ ഏതൊക്കെയാണ് അപര്യാപ്തത രോഗങ്ങൾ? രക്തസ്രാവം, ഹീമോഫീലിയ. ഇത് രണ്ടും ഉണ്ടാകുന്നത് വൈറ്റമിൻ കെയുടെ അഭാവത്തിലാണ്. ഒന്നുകൂടി നോക്കാം. കൊയാഗുലേഷൻ വൈറ്റമിൻ അല്ലെങ്കിൽ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ വൈറ്റമിൻ കെ ആണ്. പിന്നെ കരളിന്റെ പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുന്ന വൈറ്റമിൻ വൈറ്റമിൻ കെ ആണ്. അടുത്തത് തണുപ്പിക്കുമ്പോൾ നഷ്ടമാകുന്ന വൈറ്റമിൻ. തണുപ്പിക്കുമ്പോൾ നഷ്ടമാകുന്ന വൈറ്റമിൻ വൈറ്റമിൻ കെ ആണ്. അപര്യാപ്തത രോഗങ്ങൾ ഏതൊക്കെയാണ്? ഹീമോഫീലിയ, പിന്നീടാണ് രക്തസ്രാവം അല്ലെങ്കിൽ ഹെമറേജ്. ഹീമോഫീലിയയുടെ മറ്റു പേരുകൾ റോയൽ ഡിസീസ്, ക്രിസ്മസ് ഡിസീസ്, ബ്ലീഡേഴ്സ് ഡിസീസ്. ഹീമോഫീലിയ ദിനം എന്നാണ് ഏപ്രിൽ 17. ഹീമോഫീലിയ ദിനം ഏപ്രിൽ 17 ആണ്. വൈറ്റമിൻസ് അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്തു അല്ലെ? ഇനി പൊതുവിൽ വരുന്ന കുറച്ച് ഫാക്ട്സ് ഉണ്ട്, അതും കൂടി നോക്കാം. ചെറുകുടലിൽ ബാക്ടീരിയകളുടെ പ്രവർത്തന ഫലമായി നിർമ്മിക്കപ്പെടുന്ന വൈറ്റമിൻസ് ആണ് B5, B7, പിന്നെ കെ. B5, B7, കെ എന്നീ 3 ജീവകങ്ങളാണ് ബാക്ടീരിയകളുടെ പ്രവർത്തന ഫലമായി ചെറുകുടലിൽ നിർമ്മിക്കപ്പെടുന്നത്. B5ന്റെയും B7ന്റെയും ശാസ്ത്രീയ നാമങ്ങളൊക്കെ ഓർമ്മയുണ്ട്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. പാന്റോതെനിക് ആസിഡ് ആണ് B5, ബയോട്ടിൻ ആണ് B7, കെ നമ്മൾ ഇപ്പൊ പഠിച്ചു ഫിലോക്വിനോൺ. ഈ 3 ജീവകങ്ങളാണ് ബാക്ടീരിയകളുടെ പ്രവർത്തന ഫലമായി നമ്മുടെ ചെറുകുടലിൽ നിർമ്മിക്കപ്പെടുന്നത്. ഓക്കെ, ഇനി ജീവകങ്ങളുടെ ആധിക്യത്താൽ ശരീരത്തിലുണ്ടാകുന്ന രോഗമാണ് ജീവകാധിക്യം അല്ലെങ്കിൽ ഹൈപ്പർ വിറ്റാമിനോസിസ്. വൈറ്റമിൻ കൂടുതലായാൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ രോഗമാണ് ജീവകാധിക്യം അല്ലെങ്കിൽ ഹൈപ്പർ വിറ്റാമിനോസിസ്. ഓക്കെ,
ഇനി പറയാൻ പോകുന്നത് വൈറ്റമിൻസ് എന്ന ടോപ്പിക്കിലെ സിമിലർ ആയിട്ടുള്ള കുറച്ച് ഫാക്ട്സ് ആണ്. ചിലപ്പോൾ മാറിപ്പോകാൻ ചാൻസ് ഉള്ളതുമായിട്ടുള്ള ഫാക്ട്സ് ആണ്. അപ്പോൾ ഏത് ടോപ്പിക്കിലായാലും ഇങ്ങനെയുള്ള ഫാക്ട്സ് ഉണ്ടെങ്കിൽ അത് മാത്രം സെപ്പറേറ്റ് ആയിട്ട് എഴുതി അറേഞ്ച് ചെയ്ത് പഠിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ നമ്മളിവിടെ അതാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. ചൂടാകുമ്പോൾ നഷ്ടമാകുന്ന വൈറ്റമിൻ സി ആണ്. എന്നാൽ തണുപ്പിക്കുമ്പോൾ നഷ്ടമാകുന്ന വൈറ്റമിൻ കെ ആണ്. കുറച്ച് മുന്നേ നമ്മൾ അത് ഡിസ്കസ് ചെയ്തായിരുന്നു. ചൂടാക്കുമ്പോൾ നഷ്ടമാകുന്നത് വൈറ്റമിൻ സി ആണ്, എങ്കിൽ തണുപ്പിക്കുമ്പോൾ നഷ്ടമാകുന്നത് വൈറ്റമിൻ കെ ആണ്. അടുത്തത്, സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്നത് വൈറ്റമിൻ ഡി ആണ്. അങ്ങനെയാണെങ്കിൽ സൂര്യപ്രകാശം ഏറ്റാൽ നഷ്ടപ്പെട്ടു പോകുന്ന വൈറ്റമിൻ B2 ആണ്. B2 ഏതാണ്? റൈബോഫ്ലാവിൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അടുത്തത്, പച്ചക്കറികളിൽ ഇല്ലാത്ത വൈറ്റമിൻ. അത് നമ്മൾ ഇപ്പോൾ പഠിച്ചു അല്ലെ? സസ്യ ഉറവിടങ്ങളിൽ ഇല്ലാത്ത വൈറ്റമിൻ അല്ലെങ്കിൽ പച്ചക്കറികളിൽ ഇല്ലാത്തത് വൈറ്റമിൻ ഡി. പച്ചക്കറികളിൽ ഇല്ലാത്തത് വൈറ്റമിൻ ഡി ആണ്. അങ്ങനെയാണെങ്കിൽ പാലിലും മുട്ടയിലും ഇല്ലാത്ത വൈറ്റമിൻ സി ആണ്. പാലിലും മുട്ടയിലും ഇല്ലാത്ത വൈറ്റമിൻ സി ആണ്. ഇനി ശരീരത്തിൽ കാൽസ്യത്തിന്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന വൈറ്റമിൻ ഡി ആണെന്ന് തൊട്ട് മുന്നേ പഠിച്ചു. അങ്ങനെയാണെങ്കിൽ ശരീരത്തിൽ ഇരുമ്പിന്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന വൈറ്റമിൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, അത് വൈറ്റമിൻ സി ആണ്. അപ്പോൾ ഇതെല്ലാം സിമിലർ ഫാക്ട്സ് ആണ് അല്ലെ? അപ്പൊ നമ്മൾ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുമ്പോൾ ഈ സിമിലർ ഫാക്ട്സ് വരുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിപ്പോ അന്നേരത്ത് നമ്മുടെ ഒരു മൈൻഡിന്റെ ഒരു ഇതനുസരിച്ചിരിക്കും. ചിലപ്പോൾ നമ്മൾ കുറച്ചായിരിക്കും വായിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചതാണല്ലോ, സൂര്യപ്രകാശത്തിൽ എന്ന് കാണുമ്പോൾ തന്നെ ചിലപ്പോൾ നമ്മൾ വൈറ്റമിൻ ഡി കറുപ്പിക്കും. പക്ഷെ ബാക്കി ക്വസ്റ്റ്യൻ എന്തായിരിക്കും? നഷ്ടപ്പെട്ടു പോകുന്നത് എന്നായിരിക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക, ഫുൾ വായിക്കുക. ഒരുപക്ഷെ നിങ്ങൾക്ക് ഉറപ്പുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ തന്നെ ഒന്നും കൂടി അങ്ങ് വായിച്ചേക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ ഈ കൺഫ്യൂസിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ മാറിപ്പോകുന്നതെല്ലാം കൂടി ഒരുമിച്ച് എഴുതി സെപ്പറേറ്റ് ആയിട്ട് അറേഞ്ച് ചെയ്ത് പഠിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അതാണ് ഇപ്പൊ വൈറ്റമിൻസ് എന്ന ടോപ്പിക്ക് നമ്മൾ ഇപ്പോൾ ചെയ്തത് അതാണ്. അപ്പൊ നമുക്ക് ഒന്നുകൂടി നോക്കാം. ചൂടാക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്നത് വൈറ്റമിൻ സി ആണ്. അങ്ങനെയാണെങ്കിൽ തണുപ്പിക്കുമ്പോൾ നഷ്ടമാകുന്നത് വൈറ്റമിൻ കെ ആണ്. അടുത്തത്, സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്നത് വൈറ്റമിൻ ഡി. സൂര്യപ്രകാശമേറ്റാൽ നഷ്ടപ്പെട്ടു പോകുന്നത് വൈറ്റമിൻ B2 ആണ് അല്ലെങ്കിൽ റൈബോഫ്ലാവിൻ. പിന്നെ എന്താണ്? പച്ചക്കറികളിൽ ഇല്ലാത്തത് വൈറ്റമിൻ ഡി ആണ്. പാലിലും മുട്ടയിലും ഇല്ലാത്തത് വൈറ്റമിൻ സി ആണ്. പിന്നെ എന്താണ്? ശരീരത്തിൽ കാൽസ്യത്തിന്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന വൈറ്റമിൻ ഡി ആണ്. അങ്ങനെയാണെങ്കിൽ ശരീരത്തിൽ ഇരുമ്പിന്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്നത് വൈറ്റമിൻ സി ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കുക. 10th ലെവൽ പ്രിലിം സിലബസിൽ എടുത്തു കൊടുത്തിട്ടുള്ള ടോപ്പിക്കാണ് ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും. അപ്പൊ നമ്മൾ അത് 2 പാർട്ടായിട്ടാണ് അത് ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റ് പാർട്ടിൽ വൈറ്റമിൻ എ ബി സി നോക്കി. സെക്കൻഡ് പാർട്ട്, അതായത് ഇന്നത്തെ ക്ലാസ്സിൽ ഡി ഇ കെ, പിന്നെ എന്തൊക്കെയാണ് അതിൽ കോമൺ ആയിട്ട് വരുന്ന കുറച്ച് ഫാക്ട്സ് നോക്കി. പിന്നെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള കുറച്ച് ഫാക്ട്സ് സെപ്പറേറ്റ് ആയിട്ട് അറേഞ്ച് ചെയ്ത് പഠിച്ചു. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഈ വൈറ്റമിൻ എന്നുള്ള ഒരു ടോപ്പിക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഏത് PSC എക്സാമിനും, പ്രിലിംസ് എന്ന് മാത്രമല്ല ഏതൊരു PSC എക്സാമിനും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഈ ഓരോ വൈറ്റമിൻസിന്റെയും ഫാക്ട്സുകളെല്ലാം നിങ്ങൾ ആവർത്തിച്ച് പഠിക്കുക, നന്നായിട്ട് ഉറപ്പിച്ച് തന്നെ പഠിക്കുക. നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് ഈ ഒരു ടോപ്പിക്ക് നല്ല തറവാക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായി വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.